Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram in association with Al-Falah Group of Hotels, Hotel Dubai International, Periyar Rice, Samson and Sons, Builders and Developers, Trivandrum, Samtrupti 100% pure coconut oil, Pavilion Rice Bran Oil. ഫോക്കസിന്റെ ഇന്നത്തെ കിടിലം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തുടക്കത്തിൽ കുറച്ച് എന്റർടൈൻമെന്റ് ആയാലോ? അപ്പൊ നമുക്ക് കാണാം സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഗെയിം ഷോ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഫോക്കസിന്റെ പാർപ്പിടം സെഗ്മെന്റിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നും പതിവ് പോലെ വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾ സമ്മാനിക്കുന്ന ഫോക്കസിൽ പാർപ്പിടത്തിലേക്ക് എത്തുമ്പോൾ പാർപ്പിടത്തിന്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ചോദ്യങ്ങളും പാർപ്പിടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി ഒരു കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഈ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. പേരെന്താണ്? രജിത. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ. വീട് ഉണ്ടോ സ്വന്തമായിട്ട്? ഉണ്ട്. എങ്ങനെയുള്ള വീടാണ്? മനസ്സിന് ഇഷ്ടപ്പെട്ട വീടാണോ ഉള്ളത്, അതോ ഇനിയും അതിൽ മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തണം? എങ്ങനെയാണ്? ഇന്റീരിയർ ഡിസൈനിങ്ങിലെല്ലാം ഒരുപാട് താല്പര്യമുണ്ടോ? ഉണ്ട്. പേരെന്താണ് അമ്മയുടെ? ഓക്കെ. അമ്മയ്ക്കും വീട് കുടുംബ വീട് തന്നെയാണ്, ഇവരുടെ വീട് തന്നെയാണ്. ഇത് പഴയ രീതിയിൽ വെച്ചേക്കുന്നതാണോ പുതിയ രീതിയിൽ വെച്ചേക്കുന്നതാണോ? പഴയ രീതിയാണ്. ഓക്കെ. പേരെന്താണ് മോളുടെ? ഭദ്ര. ഓക്കെ. ചേട്ടന്റെ പേര്? ശ്രീകുമാർ. ആ, പേര് പറയാൻ വേണ്ടി പോവാണോ? പേര്? പ്രശാന്ത്. എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. വിഷ്ണു. ചേട്ടന് സ്റ്റുഡിയോ ആണോ നടത്തുന്നത്? എവിടെയാണ്? തിരുമല കുക്കു ഡിജിറ്റൽ സ്റ്റുഡിയോ. കുക്കു ഡിജിറ്റൽ സ്റ്റുഡിയോ. എങ്ങനെയാണ് ഇപ്പൊ സ്റ്റുഡിയോയുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഇവർ രണ്ടുപേരും സ്റ്റാഫാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റുഡിയോ മേഖലയിലേക്ക് വരാനുള്ള കാരണം? സ്വന്തമായിട്ട് ഇഷ്ടം തോന്നിയതുകൊണ്ടാണോ? ഇഷ്ടമാണ്. എങ്ങനെയാണ് ചേട്ടന്റെ വീടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ? ചേട്ടന്റെ സ്വപ്നം എന്താണ് വീടിനെ കുറിച്ചുള്ള? വീട് എന്ന് പറയുമ്പോൾ പണ്ട് കാലം ഓടായിരുന്നു, ഓലയായിരുന്നു. ഇപ്പൊ എല്ലാം മോക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. മോളാണ് മൈക്ക് തട്ടിപ്പറിക്കുന്നത്. ടെറസും ഫ്ലാറ്റും എല്ലാം പുതിയ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചേട്ടന് മാറാൻ താല്പര്യമുണ്ട് അങ്ങനെ ഇതിലേക്ക്? ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റുന്നില്ല. ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. രാത്രി ജനലും തുറന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ സാഹചര്യങ്ങളോട് കണക്കെടുത്ത് വേണം ഇനി വീടും ഫ്ലാറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാനല്ലേ? പഴയ ഓല വീട്ടിലെ സുഖം കിട്ടുന്നില്ല. അപ്പൊ ഇനി ചാണകം പൂശിയ തറയില്ല, അങ്ങനെയല്ല വീട് മോഡേൺ ട്രെൻഡിൽ വെക്കണം. ഓക്കെ. മോൾ എന്റെ മൈക്ക് പിടിച്ചു വെച്ച് വെക്കുകയാണ്. ഓക്കെ. നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണ്? ഇപ്പം ന്യൂ ജനറേഷൻ എങ്ങനെയാണ് പുതിയ ഫ്ലാറ്റിൽ? ഇപ്പോഴത്തെ തലമുറയിൽ നമുക്ക് ഇപ്പോഴത്തേതായിട്ടുള്ള വീട് തന്നെ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ സ്ഥലപരിമിതി അതൊക്കെ കണക്കിലെടുത്ത് അങ്ങനെ പറ്റത്തുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാനും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലാണ് യുവതലമുറയ്ക്ക്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ആ, ഇവിടെ മോളുടെ പേരെന്താണ്? ചോദിക്കാൻ വിട്ടുപോയി. ലക്ഷ്മി. ഓക്കെ. ഇവിടെ ആരെങ്കിലും പാട്ട് പാടും? ലക്ഷ്മി പാട്ട് പാടുവോ? മോള് പാട്ട് പാടുവോ? ആ, ഓക്കെ. മോള് പാട്ട് പാടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവരെ പരിചയപ്പെട്ടു, ഇവരുടെ വീടിന്റെ സങ്കല്പങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ സാധാരണ വീട് കണ്ടു കാണും, ഇഷ്ടംപോലെ വീടുകൾ കണ്ടു കാണും. അപ്പം എങ്ങനെയൊക്കെയുള്ള വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അങ്ങനെ വീടുകളുടെ പേര്, വ്യത്യസ്ത രീതിയിലുള്ള പലതരം വീടുകളുണ്ട്. പല ലെവലിലേക്ക് മോഡേൺ ടെക്നോളജി അനുസരിച്ചിട്ടുള്ള വീടുകൾ വരെയുണ്ട്. ഏറ്റവും കൂടുതൽ പേര് പറയുന്ന ആൾക്കാണ് സമ്മാനം. ഓല വീട്. ഓക്കെ. പിന്നെ ഓട്. ആ, കളിമൺ വീട്. ആ, പിന്നെ ടെറസ് വീട്. ആ, ഇവിടെ വേറെ എന്തെങ്കിലും അല്ലാതെ? ഫ്ലാറ്റ്, ഷീറ്റിട്ട വീട്, വില്ല, വേറെന്തെങ്കിലും? കുടില്. ഓക്കെ. കുടില്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരെല്ലാ കാര്യങ്ങളും വീടിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവിടെ നിന്ന് തുടക്കം ഇട്ട് കൊടുത്തു. പല കാര്യങ്ങൾ പുല്ലുമേഞ്ഞ വീട്ടിൽ വരെ എത്തി, ഫ്ളാറ്റിന്റെ കാര്യത്തിലെത്തി, വില്ലയുടെ കാര്യത്തിലെത്തി, കുടില് വരെ എത്തി അവസാനിച്ച് നിൽക്കുന്നു. അങ്ങനെ പലതരം വ്യത്യസ്തമായ മനസ്സിനിണങ്ങിയ വീടുകൾ പലതരം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ജനറൽ നോളജ് ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവരോട് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. WHO അതിന്റെ ഫുൾ ഫോം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഉറപ്പാണോ? വേറെന്തെങ്കിലും ഉത്തരം കേട്ടോ? മോക്ക് വേറെ ഉത്തരം ഉണ്ടല്ലേ?
ഓക്കെ, ഓർഗനൈസേഷൻ. അപ്പൊ മോള് എന്തൊക്കെ പറയുന്നുണ്ട് അത് തന്നെ ആയിരിക്കും പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പം ചേച്ചി പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. നേരത്തെ എന്താ പറയുക, യുവതലമുറ പറഞ്ഞു ഫ്ളാറ്റുകളും വില്ലകളാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അവര് നേരത്തെ വീടിന്റെ കുറെ പേരുകൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫാമിലിക്ക് സമ്മാനങ്ങൾ കൊടുക്കാനുള്ള സമയമാണിനി. ഇവർക്കുള്ള സമ്മാനങ്ങൾ ഇവയാണ്. ഇവർക്ക് സമ്മാനമായിട്ടുള്ളത് സംതൃപ്തി വെളിച്ചെണ്ണ സമ്മാനമായിട്ടുണ്ട്. ഒപ്പം ഇവിടെ സമ്മാനമായിട്ട് പെരിയാർ നൽകുന്ന വീറ്റ് ആട്ട സമ്മാനമായിട്ടുണ്ട്. ഒപ്പം എല്ലാവർക്കും ഹാപ്പി ലാൻഡ് നൽകുന്ന അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള എൻട്രി പാസും സൗജന്യമായിട്ടുണ്ട്. ഇതാ മോളെ. അപ്പോൾ ഇവർക്ക് സമ്മാനങ്ങളായി കിട്ടിയിരിക്കുന്നത് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിൽ ഹാപ്പി ലാൻഡിലെ ഗിഫ്റ്റ് വൗച്ചറും അതുപോലെ തന്നെ പെരിയാർ നൽകുന്ന സമ്മാനവും ഒപ്പം സംതൃപ്തിയുടെ ഓയിലുമാണ് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. ഇവര് എല്ലാവരും സംതൃപ്തിയോടെ മുന്നേറുമ്പോൾ സാംസൺ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ മറ്റൊരു അധ്യായമായി അടുത്ത ആഴ്ച കാണാം. ദിസ് ഇസ് പ്രതീഷ് ശേഖർ സൈനിങ് ഓഫ് ഫ്രം ഫോക്കസ്. ബൈ. ഹോമിയോ മെഡിസിന്റെ പ്രാധാന്യതകളെ കുറിച്ച് പറയുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ ഹോമിയോ കെയറിലെ ഡോക്ടർ അഭിലാഷ്. ചില ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ കോഫി അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കോഫി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പോഴൊന്നും കോഫി ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല. ചില മരുന്നുകൾക്ക് കോഫിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. കോഫി എന്ന് പറയുമ്പോൾ എന്താണ്, കോഫിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കഫേൻ എന്ന് പറയുന്നത്. ഈ കഫേൻ കഴിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ തലച്ചോറിനെ ഉദ്ദീപിച്ചതിന് ശേഷമാണ് നമുക്ക് ഉറക്കമൊന്നും വരാതെ വളരെ ഉന്മേഷവാനായിട്ട് കാണുന്ന രീതിയിലോട്ട് വരുന്നത് ഈ കോഫിയിലൊക്കെയുള്ള. അതിപ്പോൾ കോളകളിലും കഫീൻ കാണാറുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഹോമിയോ മരുന്നുകളെന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിൽ മൊത്തത്തിലൊരു ആക്ഷനുണ്ട്. അപ്പോൾ അതിന് ഒരു തടസ്സമാണ് ഈ കഫീൻ എന്ന് പറയുന്ന വസ്തു. അതായത് നമ്മുടെ ശരിയായ ഉറക്കമില്ലാത്ത ഒരാൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഈ കോഫി കുടിക്കുന്ന ഒരാളാണെങ്കിൽ ആ കോഫിയുടെ ആക്ഷനും മരുന്നിൻ്റെ ആക്ഷനും കൂടെ ഒരു വല്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ അലർജിയുള്ള ചില ആൾക്കാർ ഇപ്പോൾ ചില ആഹാര രീതി, ഇപ്പോൾ ആട്ടിറച്ചി അല്ലെങ്കിൽ മട്ടൺ കഴിക്കുമ്പോൾ, കോഴിയിറച്ചി കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓയിസ്റ്റർ ഇപ്പോൾ സീ ഫുഡ് കഴിക്കുമ്പോഴേക്കും അലർജി വരുന്നു. അപ്പോൾ അവരോട് ആ ഹോമിയോ മരുന്ന് കഴിക്കുന്ന കാലയളവിൽ അത് ഉപയോഗിക്കരുതെന്ന് പറയും. അതിനുശേഷം അവരെ കഴിക്കുന്ന രീതിയിലോട്ട് എത്തിക്കാൻ പറ്റും. അതാണ് ഹോമിയോ മരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിനോട് അലർജി ഉണ്ടെങ്കിൽ, ഇപ്പോൾ മട്ടൺ കഴിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അലർജി ഉണ്ടെങ്കിൽ ഹോമിയോ മരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് വന്നാൽ ആ കുട്ടിക്ക് മട്ടനോടുള്ള അലർജി മാറും. ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പൊടിയടിച്ച് വളരെ വൃത്തികേടായിട്ടിരിക്കുന്ന ഒരു റൂം വൃത്തിയാക്കുകയാണ്. വൃത്തിയാക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ വൃത്തിയാക്കാൻ വരുന്നത് അത് മരുന്നാണ്. ആ സമയത്താണ് നമ്മളവിടെ ഫാൻ ഇടുമ്പോഴത്തേക്കും വീണ്ടും വൃത്തിയാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലോ ആ പൊടിയെല്ലാം വീണ്ടും വൃത്തിയാക്കാനായിട്ട് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും, കൂടുതൽ എഫർട്ട് കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ഈ കാലയളവിൽ വീണ്ടും ഈ അലർജി ഉണ്ടാക്കുന്ന സ്റ്റിമുലസ് ചെല്ലുകയാണെങ്കിൽ ഈ മരുന്നിൻ്റെ ആക്ഷന് വീണ്ടും വ്യത്യാസം വരും. അതിന് വീണ്ടും ആക്ട് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാലയളവിൽ നമ്മൾ ഈ അലർജി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ കോഫിയോ അങ്ങനെയുള്ള വസ്തുക്കൾ ഒന്ന് മാറ്റിവെക്കാൻ പറയും. അതിനുശേഷം അവർക്ക് ഉപയോഗിക്കുന്ന രീതിയിലോട്ട് എത്തിക്കാൻ പറ്റും. അതാണ് ഹോമിയോപ്പതി മരുന്നുകൾ പ്രത്യേകത. ഇപ്പോൾ ഒരു മനുഷ്യന് ആഗ്രഹമുള്ള ഒരു സാധനം, ആസ്മ വരുന്ന ഒരാൾക്ക് സീ ഫുഡ് അല്ലെങ്കിൽ കുറച്ച് കണവ കഴിക്കണം, ജീവിതകാലം മുഴുവൻ അത് ഒഴിപ്പിച്ച് നിർത്തുകയല്ല ഹോമിയോപ്പതി മരുന്നുകളുടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് ആ ഒരു കാലയളവ് ചികിത്സാ രീതി കഴിയുമ്പോഴത്തേക്കും ആ കണവയോ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്ന രീതിയിലോട്ട് എത്തിക്കും. പിന്നെ അയാളുടെ ശരീരത്തിൻ്റെ പ്രവണത എന്ന് പറയുന്നത് ഈ രോഗം ഉണ്ടാകുന്ന പ്രവണത വളരെ കൂടുതലാണ്. വെരി ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടി വരും. ആ ഒരു രീതിയെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഹോമിയോപ്പതി മരുന്നുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ചില രീതിയിലുള്ള ആഹാരക്രമം തന്നെയാണ് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിക്ക് ഇപ്പോൾ ദിവസവും നമ്മൾ വേവിച്ച നല്ലപോലെ വേവിച്ച മാംസമാണ് കൊടുക്കുന്നത്. അപ്പോൾ കാണിക്കുന്ന സ്വഭാവമായിരിക്കില്ല ആ പട്ടിക്ക് ഒരാഴ്ച വേവിക്കാത്ത വെറും പച്ച ഇറച്ചി കൊടുത്തു നോക്കുക. അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി കൂടുകയാണ്, വിറുലൻസ് കൂടുകയാണ്, അതിൻ്റെ ആ മൃഗത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കുകയാണ്. അപ്പോൾ ആഹാര രീതി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ പ്രാധാന്യമാണ്. ആഹാര രീതിയിലൂടെ മാത്രമേ മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ.
ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹോട്ടൽ ജോയ്സ് പാലസ്. ജോയ്സ് പാലസ് ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. Homes no one wants to leave. Samson and Sons, Builders and Developers, Trivandrum. എന്റെ ആരോഗ്യമാണ് എന്റെ സംതൃപ്തി. എന്റെ ടേസ്റ്റ് ആണ് എന്റെ സംതൃപ്തി. എന്റെ സൗന്ദര്യമാണ് എന്റെ സംതൃപ്തി. എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. Ecotech Roasted Micro Processing Filter Agmark ഇവ നിങ്ങളുടെ സംതൃപ്തിയെ ഏറ്റവും മികച്ചതാക്കുന്നു. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ. പുതിയൊരു സ്വാദേറിയ വിഭവമായി വരുന്നു ഗഫൂർക്ക തട്ടുകട ദുബായ്. ഗഫൂർക്കാസ് തട്ടുകട കുക്കറി ഷോയിൽ ഇന്നത്തെ വിഭവം തട്ടുകോഴി. തട്ടുകോഴി നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഗഫൂർക്കാസ് തട്ടുകട കുക്കറി ഷോയുടെ മാസ്റ്റർ ഷെഫായ മിസ്റ്റർ ബിജു ആണ്. അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. ഹൈ ബിജു, തട്ടുകോഴി അല്ലേ? എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്? ഇതിൽ ചേർക്കുന്നത് മുട്ട, മുളക് കുറച്ച് പൊടിച്ചത്, ജിഞ്ചർ, ഉപ്പ്, പിന്നെ വിനാഗിരി, വെളിച്ചെണ്ണ, ചിക്കൻ. ഗഫൂർക്കാസ് സ്പെഷ്യൽ മസാല. ഇത് ഏകദേശം എത്ര ചിക്കൻ ഉണ്ടാവും? ഇതൊരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ്, ഒരു 1/4 കിലോ ചിക്കനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ഞങ്ങൾക്ക് ഇതിൽ മസാല പുരട്ടി വെക്കണം. ഓക്കെ, ഒരു മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ക്രഷ് ചെയ്ത് വെച്ച മുളക്, പിരിയൻ മുളക് ക്രഷ് ചെയ്തത് വളരെ കുറച്ച്, ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, ജിഞ്ചർ പേസ്റ്റ് അതും 1/2 ടീസ്പൂൺ ആണല്ലേ. വിനാഗിരി കുറച്ച്, ശകലം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ മസാല അത് ഒരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അല്ലേ. അപ്പൊ അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയാണ്. ഇതിനെ നമുക്ക് ചിക്കനിൽ ആഡ് ചെയ്യാം. ഒരു 250 ഗ്രാം ചിക്കൻ ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണോ? ഏകദേശം എത്ര നേരം എടുക്കും? ഒരു 15-20 മിനിറ്റ്. 15-20 മിനിറ്റ് ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോ ഏകദേശം ഞങ്ങൾ സമയമായി 20 മിനിറ്റോളായി നമ്മളത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്യണം അല്ലേ. എണ്ണ ചൂടായ ഉടനെ ഓരോന്നായിട്ട് നമുക്ക് വറുത്ത് കോരണം. അതുപോലെ ചിക്കൻ്റെ ഫ്രൈ വേറെ ഏതൊക്കെ ആണ് ഇവിടെ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത്? തട്ടുകോഴി, അതുപോലെ ചിക്കൻ, കോഴി പൊരിച്ചത്. കോഴി മൊത്തത്തിൽ പൊരിച്ചതോ? ഇല്ല, വേറെ തന്നെ ഉണ്ട്. അത് കോഴി പൊരിച്ചതാ, ചെറിയ പീസസ് ആയിട്ടുള്ള. ബിരിയാണിക്ക് എത്ര ടൈപ്പ് ബിരിയാണി? ബിരിയാണി കോഴിയുണ്ട്, ആടുണ്ട്, പോത്തുണ്ട്, മീനുണ്ട്. മീൻ ബിരിയാണി അതങ്ങനെ? മീന് അയക്കൂറ ബിരിയാണി, അയക്കൂറ, ആവോലി, എല്ലാം മീൻ ബിരിയാണി ചെയ്ത് കൊടുക്കും. അപ്പോൾ തട്ടുകോഴി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാനിലേക്ക് മാറ്റാം. നല്ല ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തട്ടുകോഴി റെഡിയായി. ഇനി അത് നമ്മൾ ഗാർണിഷ് ചെയ്യുകയാണ്. അത് സവാള ക്രിസ്പി ആയിട്ട് അല്ലേ നീളത്തിലരിഞ്ഞ് ചെയ്തത്, പിന്നെ കറിവേപ്പിലയുണ്ട്, ചില്ലിയുണ്ട്, പിന്നെ ഉണ്ട മുളക് ഇട്ടിട്ടുണ്ട്. ഗഫൂർക്കാസ് തട്ടുകട തട്ടുകോഴി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്ത് ബിജു എനിക്ക് തരാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ. രുചിയുള്ള വിഭവമാണതല്ലേ. ഞാനൊന്ന് ടേസ്റ്റ്. കൊള്ളാം, നൈസ്, നന്നായിട്ടുണ്ട്. ഇത്രയും നന്നായിട്ടൊരു തട്ടുകോഴി നിങ്ങൾക്ക് വേറെ എപ്പോഴത്തേയും കഴിക്കാൻ കിട്ടില്ല. അതിന് ഇവിടെ തന്നെ വന്ന് കഴിക്കേണ്ടി വരും. ഇത് ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ്, അല്ല ഇവരുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു വിഭവം പ്രേക്ഷകർക്കായി സമ്മാനിച്ചതിൽ. അവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണും.
എന്തായാലും താങ്ക് യു സോ മച്ച് ബിജു. ഗേറ്റ് വേ ബ്യൂമോൺസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ കഷന്റെ പേടിക്കണം? മോസ്റ്റ് ട്രസ്റ്റഡ് ഹെയർ ഫിക്സിംഗ് നെയിം ഇൻ കേരള, ഗേറ്റ് വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ് വേ ബ്യൂമൺസ്. 19 വർഷത്തെ സേവന പാരമ്പര്യം, ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. സൗന്ദര്യ സങ്കല്പങ്ങളിൽ തലമുടിയുടെ സ്ഥാനം ചെറുതല്ല. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴകേകുവാൻ ഏറെ വൈവിധ്യമാർന്ന ഒരു സ്ഥാപനമാണ് ഗേറ്റ് വേ ബ്യൂമോൺസ്. ഞാനൊരു മ്യൂസിക് ഡയറക്ടറും കൂടാതെ ഒരു സ്റ്റേജ് പെർഫോമറുമാണ്. ധാരാളം ചാനലുകളിലൊക്കെ പ്രോഗ്രാം കീബോർഡ് വായിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ മുടിയില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഗേറ്റ് വേ ബ്യൂമോൺസിലേക്ക് പോവുകയാണ്. ഹായ്, ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് എന്റെ പഴയ ഹെയർ തിരിച്ചു കിട്ടി. അതിന് ഞാൻ ഗേറ്റ് വേ ബ്യൂമോൺസിനോട് നന്ദി പറയുന്നു. ദി മോസ്റ്റ് ട്രസ്റ്റഡ് ഹെയർ ഫിക്സിംഗ് നെയിം ഇൻ കേരള, ഗേറ്റ് വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. Thanks to Gateway Beaumonts. The most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. മുടി, ഇത് എന്ത് മുടിയാണെന്നുള്ളതാണ് എല്ലാവരുടെ മനസ്സിലുള്ള ടെൻഷൻ. ഒറിജിനൽ മുടി വേണ്ടിയവർക്ക് ഒറിജിനൽ ചെയ്തുതരാം, സിന്തറ്റിക് വേണ്ടിയവർക്ക് സിന്തറ്റിക് ചെയ്യാം. നമ്മൾ സാധാരണ ഒറിജിനലാണ് ചെയ്തു കൊടുക്കുന്നത്. യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പ്യുവർലി ഹ്യൂമൻ ഹെയർ ആണ്. പിന്നെ ഈ ഹ്യൂമൻ ഹെയർ എന്ന് പറയുമ്പം ആൾക്കാർക്കൊരു ഉള്ളിലൊരു ടെൻഷനുണ്ട്. ഇത് ചത്തവരുടെ മുടിയാണോ, അത് ഇത് ആരുടെ മുടിയാണെന്ന് എങ്ങനെ അറിയാം, ഇത് എവിടെ നിന്നാണ്? ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ചത്തവരുടെ മുടി കുഴിയിൽ നിന്നൊന്നും എടുക്കാൻ നമ്മൾ പോകാറില്ല. അതൊന്നും പേടിച്ച് വിഷമിക്കണ്ട. ഇത് ജെന്യൂനായിട്ട് നമുക്ക് പ്രോസസ്ഡ് ഹെയർ ആണ് കിട്ടുന്നത്. ഇത് പല സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്. കോളേജ് ഡേയ്സ് മുതലേ എൻ്റെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം പല പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും എല്ലാവരും എന്നെ പല രീതിയിൽ കളിയാക്കുന്നു, എന്നെ പല രീതിയിൽ പല പേര് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാനസികമായ ടെൻഷനും വല്ലാത്ത സാഡ്നെസ് തോന്നുവാണ്. ഓക്കെ അല്ലേ? ഇപ്പം കണ്ടല്ലോ. എത്ര സൂപ്പറാണ്. അതെ, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഡോണ്ട് വറി, അത്ര സൂപ്പറായിരിക്കും. നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്തത് തന്നെ. അത് യു ബിലീവ് ഇറ്റ്. ഇത് നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഇവിടെ വരുന്ന മുമ്പ് ഞാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗേറ്റ് വേ ബ്യൂമോൺസ് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി കോൺഫിഡൻസും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക്സ് ടു ഗേറ്റ് വേ ബ്യൂമോൺസ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. ഹെയർ ഫിക്സിങ് ചുമ്മാ ഒരു സാധനം എടുത്തിട്ട് തല വെച്ച് കൊടുത്ത് മുടി വെട്ടി പറഞ്ഞു വിടുന്ന അല്ല ഹെയർ ഫിക്സിങ്. ഹെയർ ഫിക്സിങ് എന്ന് പറയുന്നത് പെർഫെക്ഷൻ. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു, കുറച്ചായിട്ട് ചെയ്യണം, കുറച്ചായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 2 സൈഡ് മാത്രം പോയിട്ടുണ്ട്, 2 സൈഡ് മാത്രമായിട്ട് ചെയ്യാൻ കഴിയണം. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തന്റേത് മാത്രമായ ഒരു ലോകം ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിച്ചിരിക്കുന്നു ഗേറ്റ് വേ ബ്യൂമോൺസ്. May it spread all over India and keep delivering its trustworthy services. So Gateway Beaumonts has been catering to even film stars. So as a film star myself, so I am looking forward for the services of Gateway Beaumonts, and I would tell all the Bangaloreans that this is a trusted service. So without any fears, without any hesitation, do come to Gateway Beaumonts and get this amazing service done. The most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും.
ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹോട്ടൽ ജോയ്സ് പാലസ്. ജോയ്സ് പാലസ് ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. Al-Falah Group of Hotels, Hotel Dubai International. Hotel Dubai International, Press Road, Trivandrum. കൊളസ്ട്രോളിനെയും ക്യാൻസറിനെയും വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള പവിഴം റൈസ് ബ്രാൻ ഓയിൽ ഉള്ളപ്പോൾ എന്തിന് മറ്റൊരു ഓയിലിനെ കുറിച്ച് ചിന്തിക്കണം? ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. പവിഴം റൈസ് ബ്രാൻ ഓയിൽ. എന്റെ ആരോഗ്യമാണ് എന്റെ സംതൃപ്തി. എന്റെ ടേസ്റ്റാണ് എന്റെ സംതൃപ്തി. എന്റെ സൗന്ദര്യമാണ് എന്റെ സംതൃപ്തി. എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. ഇക്കോടെക് റോസ്റ്റഡ് മൈക്രോ പ്രോസസിംഗ് ഫിൽറ്റർ അഗ്മാക് ഇവ നിങ്ങളുടെ സംതൃപ്തിയെ ഏറ്റവും മികച്ചതാക്കുന്നു. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. കുറച്ച് നല്ല റെസിപ്പി നമുക്ക് ട്രൈ ചെയ്താലോ? കാണൂ, വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് ദുബായ്. വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് കുക്കറി ഷോയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ചെമ്മീന്റെ വിഭവമാണ് ചെട്ടിനാട് ചെമ്മീൻ കറി. കാണിച്ചു തരാൻ പോകുന്നത് വൈഡ് റേഞ്ച് റെസ്റ്റോറന്റിലെ മാസ്റ്റർ ഷെഫായ മിസ്റ്റർ രാജേഷ് ആണ്. നമസ്കാരം. ചെട്ടിനാട് ചെമ്മീൻ കറി അല്ലേ? അതെ. ഓക്കെ, അതിനെന്തൊക്കെയാണ് ആവശ്യം? അതിന് നമുക്ക് ചെറുജീരകം, റെഡ് ചില്ലി, കാശ്മീരി മുളക്, പിന്നെ തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടിയാണ്. മല്ലിയില. ചെട്ടിനാട് ചെമ്മീൻ വൈഡ് റേഞ്ച് സ്പെഷ്യൽ ആണ് മസാല. ഓക്കെ. കാശ്മീരി മുളക് പൊടിയും കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ടല്ലേ? പിന്നെ കറിവേപ്പില ഒക്കെ കൂടി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിരിക്കുന്നതാണ്. തേങ്ങ, പിന്നെ തൈര്. ഇത്രയും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെട്ടിനാട് ചെമ്മീൻ കറി ഉണ്ടാക്കാം. വൈഡ് റേഞ്ച് സ്പെഷ്യൽ ചെട്ടിനാട് ചെമ്മീൻ കറി അല്ലേ? നമുക്ക് തുടങ്ങാം. എങ്ങനെ നോക്കാം? ആദ്യമായിട്ട് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ. എല്ലാം നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്? 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി. എന്നിട്ട് നമുക്ക് കുറച്ച് ജീരകം, അര ടീസ്പൂൺ ജീരകം. അപ്പോൾ ജീരകം ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത്. ജീരകവും തേങ്ങാക്കൊത്തും മിക്ക വിഭവത്തിലും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചെറുതായിട്ട്, ഒരു 3 ടീസ്പൂൺ പച്ചമുളക്, 2 പച്ചമുളക്, വെളുത്തുള്ളി കൊത്തിരിഞ്ഞത് 1 ടീസ്പൂൺ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ ജീരകം ഇട്ടു. അതിനുശേഷം കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും 1 ടീസ്പൂൺ വെച്ചിട്ട് പച്ചമുളക് ഇട്ടു. ഉള്ളിയാണ് കുറച്ച് അധികം ചേർത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. കൂടുതൽ ചേർത്തിരിക്കുകയാണ്. ഒന്നിന്റെ പകുതി തക്കാളി, കുറച്ച് മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അത് ഏകദേശം അര സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി. അത് ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൊടിച്ചെടുത്ത് കുരുമുളകാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലി അതുപോലെ തന്നെ നിങ്ങൾ വറുത്ത് പൊടിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇനി വെള്ളം. ചെമ്മീൻ ഇട്ടു. ഒരു 8 പീസ് ചെമ്മീൻ അല്ലേ? ചെമ്മീൻ ഇട്ട് അത് വേവണം അല്ലേ? കുറച്ച് ഉപ്പ് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം അല്ലേ? പകുതി വെന്തതിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. ചെമ്മീൻ ചട്ടിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ പകുതി പെട്ടെന്ന് വേവും. വളരെ ടെൻഡർ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. എന്നിട്ട് നമുക്ക് ചെട്ടിനാട് മസാല, ചെമ്മീൻ ചെട്ടിനാട് കറിക്കുള്ള മസാല, വൈഡ് റേഞ്ച് സ്പെഷ്യൽ മസാല, അത് നമ്മൾ ഇതിനകത്തേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ. കുറച്ച് തൈര്, 1 സ്പൂൺ തൈര് റെഡി ആയിട്ടുണ്ട് ഏകദേശം അല്ലേ? കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച
തേങ്ങയും കാശ്മീരി മുളകും കൂടി വറുത്ത് വെച്ചത് കുറച്ച് അതിലേക്ക് വറുത്ത് വെച്ചത്, വേപ്പിലയും കൂടി വറുത്ത് വെച്ചത്, വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ച അത് മല്ലിയില കഴിഞ്ഞോ? അപ്പൊ ചെമ്മീൻ ചട്ടിക്കറി വെന്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കത് തുറന്ന് നോക്കാം. നല്ല ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചെമ്മീൻ ചട്ടിക്കറി വൈഡ് റേഞ്ച് സ്പെഷ്യൽ മസാലയുടെ സ്മെൽ എനിക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു സെർവിംഗ് പാനിലേക്ക് മാറ്റാം. അപ്പോൾ വൈഡ് റേഞ്ച് സ്പെഷ്യൽ ചെട്ടിനാട് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പതിവ് പോലെ ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡും എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളുടെ മെയിൽ ID focus123@gmail.com. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ ഫ്രം സുമി. ഹോട്ടൽ ജോയ്സ് പാലസ് ഫോക്കസ്. This program is sponsored by Happy Land Water Theme Park, Tirunelveli. In association with Al-Falah Group of Hotels, Hotel Dubai International, Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. സംതൃപ്തി 100% pure coconut oil. Pavilion Rice Bran Oil.